എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുവനന്തപുരത്ത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ക്ലാസുകൾ നടത്തുന്നത്. ഇതിപ്പോ 5ാമത്തെ ബാച്ചാണ് ഡിപ്ലോമ കോഴ്സിന്റെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കാലോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. അപ്പൊ ഇന്നാണ് ഈ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്ന 5ാമത്തെ ബാച്ചിന്റെ പഠനം തുടങ്ങുകയാണ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് കേശവ സാറാണ്. സാറ് വർഷങ്ങളായിട്ട് വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ വാസ്തുശാസ്ത്രത്തിന്റെ ഫാക്കൽറ്റിയും കൂടിയാണ് അദ്ദേഹം. ഇവിടെ സ്ഥിരമായി ക്ലാസ്സുകൾ എടുക്കുന്ന സാറ് തന്നെയാണ്. അപ്പൊ സാറിനെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കാം. നമുക്ക് ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈക വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക്. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്ന ഈ വാസ്തുശാസ്ത്ര കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള, ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ പേർക്കും ആദ്യമായി ഇതിൻ്റെ ഒരു ഫാക്കൽറ്റി, ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നതാണ്ട് 10-11 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും ഈ ക്ലാസ്സിൽ ചേരുന്നതിനുള്ള കാരണം അവർ പ്രത്യേകമായിരിക്കും. ചിലർക്ക് ഈ സബ്ജക്റ്റ്, ഈ വാസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ചേരുന്നവർ കാണും. കാര്യമായിട്ട് വാസ്തുവിനെ പറ്റി അറിഞ്ഞുകൂടാത്ത, എന്താണ് വാസ്തു എന്ന് അറിയാൻ വേണ്ടി മാത്രം ചേരുന്നവർ കാണും. കുറേയൊക്കെ ഇത് പഠിച്ചിട്ട് കുറെ കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചേരുന്നവർ കാണും. അതുപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ടൊക്കെ പഠിച്ച് വാസ്തു ഈവൻ കൺസൾട്ട് ചെയ്യുന്നവർ, വാസ്തു കൺസൾട്ടന്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നവർ വരെ ചിലപ്പോൾ പല ക്ലാസ്സുകളും ചേരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വാസ്തുവിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഇപ്പം 11 പേരുണ്ടെങ്കിൽ 11 പേരുടെയും വാസ്തുവിനെ പറ്റിയുള്ള അറിവ് ചില കുറച്ച് കൂടുതലായിരിക്കും, ചില കുറവായിരിക്കും. അതായത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ 10-11 വരെ ഉള്ളൂ. ഒരു ഇൻട്രഡക്ഷൻ പോലെ നിങ്ങൾ ഓരോരുത്തരും, എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആർക്കും അറിഞ്ഞുകൂടാക്കി അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പ്രത്യേകിച്ച് വേണ്ടതേ ഉള്ളൂ. കാരണം ക്ലാസ് എടുക്കുമ്പോൾ, അതുപോലെ ക്ലാസ് തീരുന്ന സമയത്തൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ എപ്പോഴും നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ എല്ലായിടത്തും കൂടെ വരുമ്പോഴത്തേക്ക് ക്ലാസ്സിനൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പം മ്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ അവസാനം എപ്പോഴും സംശയം ചോദിക്കാൻ ഒരു സമയം നമ്മൾ എല്ലാ ദിവസവും ഈ ക്ലാസ്സിന്റെ എൻഡിൽ കൊടുക്കും. അപ്പൊ ആ സമയത്ത് സംശയം ചോദിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. അപ്പൊ അതിന് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ അറിയാവുന്ന ആരോട് ചോദിച്ച് അത് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് മ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഒന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ലാൽ ഉണ്ടല്ലോ, ലാൽ
ഹലോ ലാലു. അപ്പൊ ലാലൊരു കാര്യം ചെയ്യും, ഓരോരുത്തരുടെ പേരൊന്ന് വിളിച്ചു കഴിഞ്ഞാല് അവരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ പേര്, എവിടെയാണ് സ്ഥലം, അതുപോലെ തന്നെ ഈ ഇതിൽ ജോയിൻ ചെയ്യാൻ എന്താണ് കാരണം, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താണ് നിങ്ങളുടെ താല്പര്യം എന്താണ്, ഈ 3 കാര്യം, വേറെ ഒന്നും വേണ്ട, കൂടുതലായിട്ടൊന്നും വേണ്ട. പേരെന്താണ്, എവിടെയാണ് സ്ഥലം, എന്തിനാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, അല്ലെ എന്താണ് നിങ്ങളുടെ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, ഈ 3 കാര്യം ഒന്ന് ചുരുക്കി ഒന്ന് പറയുക. നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ നീട്ടുമൊന്നും വേണ്ട, 3 സെന്റൻസ് മതി. ഓരോരുത്തരായിട്ട് ലാലെന്ന പേര് വിളിക്കുക, അവരെ അൺമ്യൂട്ട് പറയുക, അല്ലെ ഓരോരുത്തരായിട്ട് നോക്കിക്കുക, ഓരോരുത്തരുടെ പേര് പറയുക. അതായത് മതി. ഹലോ സാർ, എൻ്റെ പേര് ജയപ്രകാശ്. പറയൂ. എൻ്റെ പേര് ജയപ്രകാശ്. എൻ്റെ കൊട്ടാരക്കരയുടെ സ്ഥലം. കൊട്ടാരക്കര. ഓക്കെ. കൊട്ടാരക്കര. ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ആണ്. കേട്ടില്ല. ഇന്റീരിയർ ഡിസൈനർ ആണ്. അപ്പം വാസ്തുവിന്റെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മള് പുസ്തകങ്ങൾ വഴിയും പിന്നെ സാറിനെ പോലുള്ള ഗുരുക്കന്മാർ വഴിയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഇതിന്റെ ബേസിക്കലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് വേണ്ടി ഉള്ള ഒരു ഇതിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തത് സാറേ. ഓക്കെ. അടുത്ത വേറെ ആരെങ്കിലും? ഞാൻ പ്രത്യേക ആരുടെയും പേരെടുത്ത് വിളിക്കുന്നില്ല, ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയുക. ഹലോ സാർ, ഞാൻ സുനിൽ, ആയൂര്, കൊല്ലം ജില്ല ആയൂര്. ഓക്കെ. ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നു, കോൺട്രാക്ടറാണ്. എല്ലാം പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അങ്ങനെ ചേർന്നതാണ്. ശരി, ഓക്കെ. അടുത്തത്. നമസ്തേ സാർ, എന്റെ പേര് രമ്യ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയില് കേരളപുരം എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാനിപ്പം അബാക്കസിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ കേരളപുരത്ത് തന്നെ സൂര്യവേദ യോഗധർമ്മ പാഠശാല എന്ന് പറഞ്ഞൊരു നമുക്കൊരു വേദ പാഠശാലയുണ്ട്. അവിടുത്തെ അംഗവും കൂടെയാണ് ഞാൻ. അപ്പൊ നമ്മുടെ പാഠശാലയുടെ നേതൃത്വത്തിൽ ഞാൻ നമ്മുടെ ഈ വാസ്തുവിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് അതിൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ വേദം പഠിപ്പിക്കുന്ന സ്വാമി തന്നെയാണ് ഇവിടുത്തെ നമ്പർ തന്നതും ഇവിടെ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തതും. ഓക്കെ. മറ്റാരെങ്കിലും ഓരോരുത്തരും പറയാൻ. ഹലോ. ഹലോ സാറേ, എൻ്റെ പേര് ഹരീഷ് കുമാർ, മൂവാറ്റുപുഴ. ഒരാൾ പറയും. മൂവാറ്റുപുഴയിൽ നിന്നാണ് വിളി. ഹരീഷ് കുമാർ. ഓക്കെ. ഹരീഷ് കുമാർ. ഞാൻ മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ്. ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ആണ്, അതുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. മറ്റാരെങ്കിലും? സാർ, എൻ്റെ പേര് അനിൽകുമാർ, ഞാൻ കണ്ണൂരാണ്. ഞാൻ ഇത് മനസ്സിലാക്കാതെ കൊണ്ട് വന്നതാണ്, മറ്റൊന്നും. ഒരു എക്സ് സർവീസ് മാനാണ്, ഇങ്ങനെ വീട്ടിലിരിക്കലാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വാസ്തുവിനെ പറ്റി? ഇല്ല, ഞാൻ ഒരു ജ്യോതിഷം പഠിക്കുന്നുണ്ട്, അപ്പൊ അതും ഇതൊരു ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട്. ശരി. ഓക്കെ. മറ്റാരെങ്കിലും? ആരോമലിന്റെ പേര് കാണുന്നുണ്ട്, പറഞ്ഞില്ല. ആരോമൽ സീനിയർ ആണ്. സാർ, എന്റെ പേര് അഖില്. ഞാൻ ഡ്രാഫ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുവാണ്. കൊല്ലമാണ് സ്ഥലം. അതുകൊണ്ടാണ് ഡ്രാഫ്റ്റ് സ്കൂളിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇതിൽ ചേർന്നത്. ശരി, ഓക്കെ. ആരോമൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. എനിക്ക് തോന്നുന്നു ആരോമൽ മാത്രം. അഖിൽ, ജയപ്രകാശ് എല്ലാം പറഞ്ഞു. അനിൽകുമാർ, ഹരീഷ്, ദീപ പറഞ്ഞില്ല. ദീപാകുമാരി പറഞ്ഞോ? എന്റെ പേര് ദീപ, പൊൻകുന്നത്താണ്, കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം പൊൻകുന്നം. കൺസൾട്ടിംഗ് എഞ്ചിനീയർ ആണ്. വാസ്തു കുറച്ച് പഠിച്ചിട്ടുണ്ട്. കൺസൾട്ടിംഗ് എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ആണോ? അതെ. ഓക്കെ. മറ്റേ ഇനിയുണ്ടല്ലോ ആരോമൽ ഒന്നും പറഞ്ഞില്ല, ഇല്ലേ? അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഹലോ. ദീപു പറയും. ദീപു. സാർ, എൻ്റെ പേര് ദീപു, പന്തളത്താണ് വീട്. വാസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ചേർന്നിരിക്കുന്നത്. പന്തളം. ഓക്കെ, പറഞ്ഞു. പന്തളം. പറഞ്ഞോളൂ. ഹലോ ദീപു. ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ. വേറെ ആരോമൽ ഒന്നും പറഞ്ഞില്ല.
ആളില്ലേ അതോ? ഓക്കെ, ഇനി മറ്റാരെങ്കിലും പറയാനുണ്ടോ? വേറെ ആരെങ്കിലും? ഓക്കെ, ശരി. നമുക്ക് ഏതായാലും വാസ്തുശാസ്ത്രം പഠിക്കാൻ താല്പര്യത്തോടുകൂടി വന്നവർക്കെല്ലാം ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ഈ വാസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതായത് നമ്മളെല്ലാം വീടുകളിലാണ് താമസിക്കുന്നത്. അത് വാടകയ്ക്കുള്ള വീടാകാം, അല്ലെങ്കിൽ സ്വന്തം വീടാകാം, അപൂർവം ചിലർ ഹോട്ടലിലോ ഒക്കെ താമസിക്കുന്ന കാണും. എന്നാലും ഒരു മോർ ദാൻ 99% ആൾക്കാരും ഏതെങ്കിലും വീടുകളിലാണ് താമസിക്കുന്നത്. അല്ല, മറ്റ് കെട്ടിടങ്ങളായാലും അതും വാസ്തുവിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഏത് കെട്ടിടമായാലും ആ കെട്ടിടം ആയിട്ട് ബന്ധപ്പെട്ട, ആ കെട്ടിടം മാത്രമല്ല, കെട്ടിടം ഇരിക്കുന്ന സ്ഥലം, ആ കെട്ടിടത്തിന് ചുറ്റുപാടുള്ള സ്ഥലം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ശാസ്ത്രവുമായി വളരെ അടുത്ത, നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതുപോലെ തന്നെ ഈ ശാസ്ത്രം വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രം നിലവിലുണ്ടായിരുന്നു. ശരിക്കും നമുക്കറിയാം, 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങൾ ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു അടിത്തറ ഈ 4 വേദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഈ 4 വേദങ്ങൾക്കും 4 ഉപവേദങ്ങളുണ്ട്. ഇതിൽ അവസാനത്തെ വേദമായ അഥർവവേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം. ഈ സ്ഥാപത്യവേദത്തിലാണ് വാസ്തുശാസ്ത്രത്തിനെ പറ്റി വളരെ ആധികാരികമായ കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, അത് സ്ഥാപത്യവേദമാണ്. അങ്ങനെ വേദകാലം മുതൽ തന്നെ ഭാരതത്തിൽ നിലനിന്നു വരുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. എന്നാൽ നമുക്കറിയാം, കുറെ അടുത്ത കാലത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനൊരു മൂല്യച്യുതി ഉണ്ടായി. അതിന് ഒരു ഇതിന്റെ ഒരു കുറവുണ്ടായി, ഇതിന്റെ ആ പ്രചരണത്തിന് ഒരു കുറവുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും ഇന്ന് ഈ വാസ്തുശാസ്ത്രപരമായിട്ട് വീടുകൾ നിർമ്മിക്കണം, അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങൾ നിർമ്മിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി താല്പര്യപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ഇതിനുവേണ്ടി വരുന്ന ആൾക്കാരുടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ദിവസവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വളരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴ് ശരിക്ക് നമ്മളറിയാം, ആയിരക്കണക്കിന് ജന്മങ്ങൾ കടന്നു വന്നാണ് നമ്മൾ മനുഷ്യജന്മം എടുത്തിട്ടുള്ളത്. മനുഷ്യജന്മത്തിൽ തന്നെ നമ്മൾ ധാരാളം ജന്മങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു ജന്മമാണ് അങ്ങനെ ഒരു ജന്മത്തിലാണ് ഇതുപോലെയുള്ള ഭാരതീയ ശാസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർവ്വ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യം തോന്നുന്നത് തന്നെ വളരെയധികം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഭാഗ്യമുള്ളവരാണ്, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ രംഗത്തേക്കൊക്കെ വരാനൊക്കുള്ളൂ. അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പൊ ആദ്യം ഈ തുടങ്ങിയ സമയത്ത്, നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഭൃഗുർ അത്രി വസിഷ്ഠസ്യ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അഷ്ടാദശം, അഷ്ടം എന്ന് വെച്ചാൽ 8, ദശം എന്ന് വെച്ചാൽ 10, അഷ്ടാദശം 18. അഷ്ടാദശൈത വിഖ്യാതന്മാരായ 18 പേർ. വാസ്തുശാസ്ത്രോ ഉപദേശക. നമുക്ക് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഈ അതിപുരാതനവും ഈ വളരെയധികം ശ്രേഷ്ഠകരവുമായിട്ടുള്ള ഈ ഒരു അറിവിനെ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള 18 ആചാര്യന്മാരെയാണ് ഈ ഭൃഗുർ അത്രി വസിഷ്ഠൻ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും
നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം അതൊക്കെ ആ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഏത് കാര്യം വാസ്തുശാസ്ത്രപരമായി നമ്മൾ ചെയ്യുമ്പോഴും, അത് വാസ്തു പഠിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാകട്ടെ, എപ്പോഴായാലും ശരി, ആദ്യം ഈ ഒരു ശ്ലോകം, ഈ 18 ആചാര്യന്മാരെയും നമ്മൾ ധ്യാനിച്ചുകൊണ്ടുള്ള ഈ ഒരു ശ്ലോകം, അത് ഉറച്ചു പറയണമെന്നില്ല, മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ വാസ്തുശാസ്ത്രപരമായി ഏത് കാര്യങ്ങളും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹയർ ഫോഴ്സിൽ നിന്നുള്ള നമ്മുടെ മുകളിലുള്ള ആ ഒരു ശക്തി, ആ ശക്തിയിൽ നിന്നുള്ള ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, ആ ഒരു ശരിയായ ദിശയിലേക്ക് പോകാനുള്ള ആ ഒരു ദിശാബോധം നമുക്ക് ഇത് കിട്ടാൻ എപ്പോഴും ഈ 18 ആചാര്യന്മാരെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്മരിച്ചുകൊണ്ട് ഏത് കാര്യവും വാസ്തുവിൽ തുടങ്ങുന്നത് അത് നമ്മളൊരു നിർബന്ധമായി വെക്കണം. നമ്മൾ ഈ എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്നത് ഈ ഒരു ശ്ലോകത്തോട്, ഈ 18 ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും തന്നെ ഈ 18 ആചാര്യന്മാരെ സ്തുതിക്കുന്ന ഈ സ്തോത്രം അല്ലെങ്കിൽ ഈ ഇത് മനസ്സിലാക്കുകയും അത് ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും, വാസ്തുപരമായിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പ് ഈ ഒരു 18 ആചാര്യന്മാരെ ഈ 18 നമ്മളുടെ ഋഷീശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുകയും ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പം വളരെ കൂടുതൽ ആളുകൾ വാസ്തുശാസ്ത്രത്തിൽ തൽപരരായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷെ വാസ്തുശാസ്ത്രപരമായി അവരുടെ വീടുകൾ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടി വരികയാണ്. നമുക്കറിയാം ഒരു ബിസിനസ് ഇതിനുണ്ട്, അതായത് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടും എന്നുള്ള ഒരു നമുക്കറിയാം. അതായത് ഇപ്പൊ വാസ്തുശാസ്ത്രത്തിലുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തുശാസ്ത്രം അറിയാവുന്നവരെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പം വാസ്തുപരമായിട്ട് പിന്നെ വീടുകളായാലും മറ്റു കെട്ടിടങ്ങളായാലും നോക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിലെ ആവശ്യക്കാർ കൂടി വരികയാണ്. സ്വാഭാവികമായും അപ്പൊ വാസ്തുശാസ്ത്രം അറിയാവുന്നവരുടെ എണ്ണവും അതനുസരിച്ച് കൂടേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്കറിയാം ഏത് കാര്യത്തിലായാലും ശരി കുറച്ചൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരെ കാണും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യം ഞാൻ ചെറിയ ഉദാഹരണം ഞാനൊന്ന് പറയാം. വർക്കലയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 4-5 വർഷം മുമ്പാണ് അവിടെ ഞാൻ ഒരു വീട് നോക്കാൻ പോയി. അപ്പോൾ ആ വീട് നോക്കാൻ പോയപ്പോൾ അവിടെ ഒരു മധ്യവയസ്ക സ്ത്രീയാണ് ആ വീട്ടിൽ ഉള്ളത്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അവരും അവരുടെ ഒരു മകനും മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പൊ അവിടെ ഞാൻ പോയപ്പോൾ ആ വീടിന്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ സ്ത്രീ പതിവായിട്ട് പോകാറുമുണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തിലെ പൂജാരി, അദ്ദേഹത്തെ ഇവർക്ക് വലിയ വിശ്വാസമാണ്. അദ്ദേഹം എന്തു പറഞ്ഞാലും ശരി അതൊരു ദൈവവാക്യം പോലെ കേട്ട് അനുസരിക്കുന്ന ആ ഒരു അദ്ദേഹത്തെ അതുപോലെ ബഹുമാനവും ഒക്കെ ആയിരുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പൂജകളോ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഈ പൂജ ഈ ക്ഷേത്രത്തിലെ ആ തിരുമേനിയാണോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ തിരുമേനി അവിടെ ചെന്നപ്പോൾ തിരുമേനിയെ നോക്കി തിരുമേനി അപ്പൊ അവരോട് പറഞ്ഞു, ഒരു ടോയ്ലറ്റ് അവിടെ ഒരു മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, വീടിന്റെ മൂലയ്ക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ തിരുമേനി പറഞ്ഞ ഇവിടെ ടോയ്ലറ്റ് നല്ലതല്ല, ഇത് കന്നിമൂലയാണ്, ഇവിടെ ടോയ്ലറ്റ് പാടില്ല, ഇവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് വേറെ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം പടിഞ്ഞാറിന്റെ മധ്യം എന്ന് വരുന്നത് കൊണ്ടുള്ള അവിടെ ഇവിടോട്ട് ടോയ്ലറ്റ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ടോയ്ലറ്റൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ അത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിന്റെ ടൈൽസ് ഒക്കെ പഴയ ടോയ്ലറ്റ് ടൈൽസ് ഒക്കെ മാറണം, പുതിയ ടോയ്ലറ്റ് ടൈൽസ് ഫിക്സ് ചെയ്യണം, പൈപ്പ് ലൈൻ വേണം, നല്ലൊരു ചെലവും വർക്കും അതിനകത്ത് വരും ഈ ഒരു ടോയ്ലറ്റ് കൊണ്ട് മാറ്റി ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ എന്തായാലും ശരി അവർ ആ ടോയ്ലറ്റ് മാറ്റി. അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടും എന്തെങ്കിലും അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തിരുമേനിയോട് ചോദിച്ചതും തിരുമേനി ടോയ്ലറ്റ് മാറ്റാനായിട്ട് ഉപദേശിച്ചത്. അങ്ങനെ ടോയ്ലറ്റ് മാറ്റി കഴിഞ്ഞിട്ടും അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക്, ടോയ്ലറ്റ് മാറ്റി 2-3 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ആ പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാനവിടെ പോയി നോക്കിയപ്പോൾ ആ വീടിന് ദിശാദോഷമുള്ള വീടാണ്. എന്താണ് കറക്റ്റ് ദിശാദോഷം എന്നൊക്കെ ഉള്ളത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. എന്നാലും ദിശാദോഷം എന്ന് പറഞ്ഞാൽ ഏത് ദിശയായാലും കിഴക്ക, തെക്ക, വടക്ക, പടിഞ്ഞാറ് 4 ദിശകൾ നമുക്കറിയാം.
ഈ 4 ദിശകളിലേക്കും കറക്റ്റ് ആണ് വീടെങ്കിൽ നല്ലതാണ്. കറക്റ്റ് ദിശയിൽ, ദിശാദോഷം ഇല്ലാത്ത വീട് കറക്റ്റ് ദിശയിലേക്കായിരിക്കും. ഒന്നിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ദിശ, അത് ആ വീട് ഫേസ് ചെയ്യുന്നത് വീട് ആയിരിക്കും. അത് കറക്റ്റ് ദിശയിലേക്ക് ഫേസ് ചെയ്യും. ചില വീട് തെക്കോട്ട് ഫേസ് ചെയ്യാൻ പാടില്ല. തെക്കോട്ട് ഫേസ് ആ കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ കറക്റ്റ് ദിശയിലേക്കുള്ള ഏത് ദിശയായാലും കറക്റ്റ് ദിശയിലേക്കുള്ള വീടിന് ദിശാദോഷം ഇല്ല. അതാണ് ഏറ്റവും നല്ലത്. അത് ദിശാദോഷത്തിന് എത്ര ഡിഗ്രി എന്നാണ് പറയുന്നത്, ഇത്ര ഡിഗ്രി ദിശാദോഷം ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ ദിശാദോഷത്തിന് പറയുന്നത്. അപ്പൊ അവിടെ പക്ഷെ ഈ വീടിന് ഏതാണ്ട് 30 ഡിഗ്രി ദിശാദോഷം. ഞാൻ എപ്പോഴും ചെന്ന ഒരു വീട്ടിൽ ചെന്ന് ആദ്യം ചെക്ക് ചെയ്യുന്ന ദിശയാണ്, കോമ്പസ് വെച്ച് ദിശ ചെക്ക് ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ കോമ്പസ് വെച്ച് ദിശ ചെക്ക് ചെയ്ത് അപ്പൊ 30 ഡിഗ്രി ഈ വീട് ദിശാദോഷമുണ്ട്. അപ്പൊ അവിടെ ഈ തെക്ക് പടിഞ്ഞാറെന്ന് നമുക്ക് തോന്നുന്ന മൂല അത് തെക്ക് പടിഞ്ഞാറല്ല. കാരണം വീട് ചരിഞ്ഞിരുന്നെന്ന് വെച്ചാൽ ദിശ ഒരിക്കലും മാറില്ല. ദിശ തെക്ക വടക്ക കിഴക്ക പടിഞ്ഞാറെന്ന് പറയുന്നത് അതിന് യാതൊരു മാറ്റവും വരില്ല. നമ്മുടെ വീട് എങ്ങനെ ചരിച്ചു വെച്ചാലും ശരി, ദിശയ്ക്ക് മാറ്റമില്ല. അപ്പൊ അവിടെ ശരിക്ക് ആ കറക്റ്റ് ദിശ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ദിശ 30 ഡിഗ്രി ചരിവ് വെച്ച് നോക്കിയപ്പം അപ്പൊ ശരിക്കും ആ കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് തോന്നുന്ന സ്ഥലത്തിന് 30 ഡിഗ്രി മാറിയാണ് ശരിക്കും കന്നി വരുന്നത്. അവിടെ കന്നിമൂല നമ്മൾ സാധാരണ കന്നിമൂല, ഈശാനുമൂല, വായുമൂല, അഗ്നിമൂല എന്നൊക്കെ പറയാം. അതൊക്കെ എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തെക്ക് മൂല, കിഴക്ക് മൂല, പടിഞ്ഞാറ് മൂല, വടക്ക് മൂല. അത് ഓരോ തെക്ക് കിഴക്കോട്ടും ഒരു മൂലയല്ല, ഒരു വശമാണ് തെക്ക് കിഴക്ക് വരുന്നത്. അപ്പൊ തെക്ക് വശം തെക്കെന്ന് പറയുന്നത് ഒരു മൂലയിൽ വരും, വടക്ക് വേറൊരു മൂല. അങ്ങനെ തെക്ക് മൂല, വടക്ക് മൂല, കിഴക്ക് മൂല, പടിഞ്ഞാറ് മൂല എന്നാണ് ഇവിടെ വരുന്നത്. ബാക്കി തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറെന്നൊക്കെ വരുന്ന ഓരോ വശങ്ങളാണ്. കാരണം 30 ഡിഗ്രി ചരിവുള്ളതുകൊണ്ട്. അപ്പൊ അവിടെ ശരിക്കും നേരത്തെ ഈ ടോയ്ലറ്റ് ഇരുന്നത് ശരിക്കും പടിഞ്ഞാറ് വശത്തായിരുന്നു. കാരണം പടിഞ്ഞാറ് മൂല, ആ പടിഞ്ഞാറ് മൂലയാണ്. അപ്പൊ ആ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ആകാം. അവിടെ ടോയ്ലറ്റിന് ദോഷമില്ലാത്ത സ്ഥലമാണ്. സ്ഥാനമൊക്കെ നമ്മൾ പഠിക്കും, ഏതൊക്കെ സ്ഥലത്ത് ടോയ്ലറ്റ് ആകാം, ഏതൊക്കെ സ്ഥലത്ത് ടോയ്ലറ്റ് ആകാൻ പാടില്ല. ടോയ്ലറ്റ് അല്ല, എല്ലാ കാര്യങ്ങളുടെയും ഏതൊക്കെ സ്ഥലത്ത് ആകാവുന്നു, ഏതൊക്കെ സ്ഥലത്ത് ആകാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ സിലബസിൽ വരും. അത് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഇപ്പൊ പടിഞ്ഞാറ് വശത്ത് ആയിരുന്ന ടോയ്ലറ്റ് ഇരുന്നത്. അപ്പൊ അത് മാറ്റാൻ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറ് വശമാണ്. തെക്ക് പടിഞ്ഞാറ് പറഞ്ഞാൽ ഒരു ഭിത്തി ഉള്ള അല്ലെങ്കിൽ 2 മൂലകളുടെ ഇടയ്ക്കുള്ള ഒരു വശമാണ് അവിടെ തെക്ക് പടിഞ്ഞാറ്. അപ്പൊ അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലായിരുന്നു ആ തിരുവേനിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആരെയും തെറ്റു പറയുകയില്ല. അപ്പൊ അങ്ങനെയാണ് അവര് പടിഞ്ഞാറ് മൂലയിലിരുന്ന ടോയ്ലറ്റ് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് മാറ്റി തെക്ക് പടിഞ്ഞാറേക്ക് വെച്ചു. തെക്ക് പടിഞ്ഞാറ് നമുക്കറിയാം ടോയ്ലറ്റ് നല്ലതല്ല. കന്നിയിൽ ടോയ്ലറ്റ് നല്ലതല്ല. ഇവിടെ കന്നി മൂലയല്ല, കന്നി വശമാണ്. പക്ഷെ എന്നാലും അവിടെ പാടില്ല. അപ്പൊ ദോഷമില്ലാതിരുന്ന സ്ഥലത്തിരുന്ന ടോയ്ലറ്റിനെ മാറ്റി ദോഷമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ അവർക്ക് വാസ്തവപരമായിട്ട് ദോഷം കൂടി. അപ്പൊ അത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് നമുക്കറിയാം. ശരിക്കും ദിശയൊക്കെ പറ്റിയൊക്കെ ശരിക്കും മനസ്സിലാക്കാതെ നമ്മളൊരു വീട്ടിൽ ചെന്ന ദിശാദോഷമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അല്ല ഇത് പറയേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റണം, അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. അപ്പൊ അവര് ചിലപ്പോൾ ഇങ്ങനെ ഒരു മുറിയൊക്കെ മാറ്റുമ്പോഴത്തേക്ക് നല്ല ചിലവുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കൂലിയും എല്ലാം കൂടെ നല്ലൊരു ചിലവ് വരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു രൂപ അല്ലെങ്കിൽ നല്ലൊരു തുക മുടക്കിയിട്ട് കുറെ കൂടെ കൂടിയ ദോഷത്തിലേക്ക് അവർ വന്നു. അപ്പൊ ഏതായാലും ഞാൻ അതിന്റെ പിന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയുന്നില്ല. അപ്പൊ ഏതായാലും ഞാൻ ഈ പറയാൻ കാരണം നമ്മൾ കാര്യം ശരിക്കും മനസ്സിലാക്കി മറ്റൊരാളെ ഇത് ഉപദേശിക്കാനുള്ള അറിവ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉപദേശിക്കാൻ പോകാം. ഏതിലായാലും ഇത് മാത്രമല്ല, ജ്യോതിഷമായാലും ഏത് ശാസ്ത്രമായാലും അത് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കാതെ നമ്മൾ അന്യരെ ഉപദേശിക്കാൻ പോയാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. നമ്മളിപ്പോൾ അങ്ങോട്ട് ഓരോ ദിവസവും ഇതിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇത് ചില കാര്യങ്ങൾ വാസ്തുപരമായിട്ട് നല്ലതാണെന്നും ചില കാര്യങ്ങൾ വാസ്തുപരമായിട്ട് ദോഷമാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്നതിന് ഒരു എന്താ പറഞ്ഞ ഒരു റിസർച്ച് മെന്റാലിറ്റി, ഒരു ഒരു ഗവേഷണപരമായിട്ടുള്ള ഒരു ത്വര ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്ററായിട്ട് പഠിക്കാനും പറ്റും.
നിങ്ങളുടെ മനസ്സിൽ ഇത് കൂടുതൽ ഉറയ്ക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം ഇന്നതുപോലെ വരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നു. ഒന്നിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ, നിങ്ങൾ സാധാരണ പോകാറുള്ള ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടില് ചിലപ്പോൾ ഇവിടെ പറഞ്ഞ് ഈ ദോഷം ഉണ്ടായെന്ന് വരാം. അപ്പൊ ഇന്ന ദോഷം ഉണ്ടായാൽ അതിന് ഫലം ഇന്നതാണ് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. ഇപ്പൊ ഇന്നതുപോലെ ദോഷം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ ദോഷം കൊണ്ട് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇന്ന ഫലം ഉണ്ടാകും നമ്മൾ ക്ലാസ്സിൽ പറയും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ദോഷം കാണുന്ന വീട്ടിൽ, അത് നിങ്ങളുടെ വീടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടാകാം, ഈ ഒരു ദോഷം ഉണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഈ ഫലം വരുന്നുണ്ടോ? ഈ ദോഷം ഉണ്ടെങ്കിൽ ഫലം വരുന്നു പറഞ്ഞു. അപ്പൊ ശാസ്ത്രമാണെങ്കിൽ അത് വരണം. ശാസ്ത്രത്തിൽ ചുമ്മാ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ശാസ്ത്രമാണെങ്കിൽ ഇന്ന ദോഷമുണ്ടെങ്കിൽ ഇന്ന ഫലം വരുന്നു. അപ്പൊ ആ ഫലം വരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള വീട്, നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടാണ്, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അവർക്ക് ആ വീട്ടിലുള്ളവരുടെ അനുഭവവും ഒക്കെ വെച്ച് നോക്കുക. ഈ ദോഷം ഉള്ളത് കൊണ്ട് ആ ദോഷത്തിന്റെ ഫലം ആ വീട്ടുകാർ അനുഭവിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? അനുഭവിക്കുന്നുണ്ടെന്നും അനുഭവിക്കുന്നില്ലെന്നും വരാം. അങ്ങനെ അനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? കാരണം ഇതൊരു ശാസ്ത്രമാണെങ്കിൽ അവർ അനുഭവിക്കണം. ഇന്ന ദോഷം വന്നാൽ ഇന്നത് വരുന്നു പറഞ്ഞാൽ ആ ഫലം അവിടെ വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞൊരു ഗവേഷണ ത്വര, ഒരു റിസർച്ച് മെന്റാലിറ്റി നിങ്ങൾക്ക് വരുമ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകളിൽ, നമ്മുടെ വീടായാലും പരിചയമുള്ള വീടായാലും അവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഉറയ്ക്കാനും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആ താല്പര്യം കൂടുകയും ചെയ്യും. അപ്പൊ ഞാനത് ഒരു ഗൈഡ് ഇതിനോട് പറയാണ്, നിങ്ങൾ ആ ഒരു മെന്റാലിറ്റിയോടുകൂടി നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ വേറൊന്ന് എനിക്ക് നിങ്ങൾക്ക് ഇത് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ എത്ര സിൻസിയറായിട്ട് ക്ലാസ് എടുത്താലും നിങ്ങൾ അതിനേക്കാൾ സിൻസിയറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 25%, 25%, കാൽഭാഗം. എത്രമാത്രം ഞാനും നിങ്ങളും എല്ലാം എത്രമാത്രം ഇതിനകത്ത് താല്പര്യം എടുത്ത് മനസ്സിലാക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താലും ശരി, 25% നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. രണ്ടാമതൊരു 25% സെൽഫ് സ്റ്റഡി എന്നാണ്. സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി ഒന്നും കൂടെ നമ്മളൊരു മനനം ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കുക. അത് ആ പുസ്തകങ്ങളൊക്കെ കാണും. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇവിടുന്ന് തന്നെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരും. അതിനെപ്പറ്റി അവസാനം പറയാം. അപ്പം ഈ പുസ്തകങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കുക. അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലാണ് നമ്മുടെ ക്ലാസ്. അപ്പൊ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കിയിരിക്കണം. കാരണം അത് 25% അങ്ങനെ ചെയ്യുന്നാൽ സെൽഫ് സ്റ്റഡി, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, അത് കുറെ കൂടെ ഉറയ്ക്കണമെങ്കിൽ വീട്ടിൽ പോയി നമ്മൾ ഒന്നും കൂടെ നോക്കണം. പലരും നമ്മൾ ഇതൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിലും പല ക്ലാസ് ഇവിടെ വരുന്ന പല സ്റ്റുഡൻസും ഇത് മാത്രമല്ല, അവർക്ക് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പം ഇതിലേക്ക് കിട്ടുന്ന സമയമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ ഇത് ശരിക്കും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് ഫീസൊക്കെ കൊടുത്ത് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ പ്രയോജനം നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം. അപ്പൊ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക. അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല ജോലികളുള്ളവരാണെങ്കിലും അപ്പൊ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം വരുമ്പോൾ ചിലപ്പോൾ പോകേണ്ടി വരും. നിവൃത്തിയുള്ളിടത്തോളം എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് വയ്ക്കുക. അപ്പൊ ഈ ക്ലാസ് മിക്കവാറും വ്യാഴാഴ്ചയാണ്. ചിലപ്പോൾ അടുത്ത ആഴ്ച വരെ 8 മണിയായിരിക്കും. 8 മുതൽ 9, 9:45 വരെ ആയിരിക്കും എന്റെ ക്ലാസ്സിന്റെ ആ ടൈം. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിവൃത്തിയുള്ളിടത്തോളം ക്ലാസ്സുകൾ ആബ്സെന്റ് ആകാതിരിക്കുക എന്നുള്ളത് നമുക്കൊരു അത് ഉറച്ച് തീരുമാനമെടുക്കുക. കാരണം അത് ഏറ്റവും ആവശ്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറയാം, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി പഠിക്കുന്ന 25%. അപ്പൊ ആദ്യം 25% നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കിട്ടും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന 25% കിട്ടണമെങ്കിൽ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അല്ല വല്ലപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നു അടുത്ത ക്ലാസ്സിൽ വരുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിന്റെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ ശരിക്കും വരികയും സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് 25% ക്ലാസ്സിൽ നിന്ന് കിട്ടും. ബാക്കി 25%, രണ്ടാമത്തെ 25% അവർക്ക് സെൽഫ് സ്റ്റഡി, അവർ സ്വന്തമായിട്ടുള്ള പഠിത്തത്തിൽ കൂടെ കിട്ടും. മൂന്നാമത്തെ 25
ആ ഇടയ്ക്കൊന്ന് പോയില്ലേ? ഇടയ്ക്കൊന്ന് കണക്ഷൻ പോയി, അതാ ഞാൻ നിർത്തിയത്. ഓക്കെ, ഇപ്പൊ കാണാമല്ലോ, എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ. അപ്പം പിന്നെ ആദ്യത്തെ 25% ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കിട്ടുന്നു. രണ്ടാമത്തെ 25% വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് കിട്ടുന്നു. മൂന്നാമത്തെ 25% ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്, നമ്മൾ മറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക. ഇത് ആർട്ടിക്കിളൊക്കെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ, ലേഖനങ്ങളൊക്കെ വന്ന് അത് വായിക്കുക, മറ്റുള്ളവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ട് നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റും. അപ്പൊ അതാണ് മൂന്നാമത്തെ 25%. പിന്നെ അവസാനത്തെ 4-ാമത്തെ 25% എന്ന് പറയുന്നത് ഫ്രം എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എത്ര പഠിച്ചാലും ശരി, അത് നമ്മൾ അപ്ലൈ ചെയ്താൽ, നമ്മൾ പഠിച്ച് മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ അറിവ്, അതാണ് എക്സ്പീരിയൻസ്. നമ്മുടെ പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ്, അതിലാണ് ലാസ്റ്റ് 25%. അപ്പൊ ഇത് 4ഉം കൂടെ ചേർന്നാലേ 100% ആവുള്ളൂ. അപ്പൊ നമ്മുടെ പഠിത്തം, അല്ലെങ്കിൽ നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ നമുക്കുള്ള അറിവ് 100% ആവണമെങ്കിൽ, ഇതെല്ലാം പഠിച്ചാലും നമ്മൾ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ച് തീർന്നതുകൊണ്ട് മാത്രം വാസ്തുശാസ്ത്രം മുഴുവൻ പഠിക്കാൻ വിചാരിക്കരുത്. കാരണം ഒരു മഹാസമുദ്രം പോലെയാണ്. ഒരുപാട് വളരെ 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 കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്നാണ് ഈ വാസ്തുശാസ്ത്രം. അതിലൊക്കെ ഏതാനും തുള്ളികൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. പക്ഷെ അത് മതി. നമുക്കൊരു വീട് പരിശോധിച്ച് ആ വീട്ടിലുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇവിടെ ഈ കോഴ്സ് തന്നെ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങൾ, 25% ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, 25% സെൽഫ് സ്റ്റഡി, മൂന്നാമത്തെ 25% മറ്റു കോഴ്സുകൾ, മറ്റു ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതിൽ കൂടിയൊക്കെ എടുക്കുക. അവസാനത്തെ 25% എക്സ്പീരിയൻസിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ കൂടി ആർജിക്കേണ്ടതാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യണം. കാരണം ഈ പല ദോഷങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് അല്ലെങ്കിൽ പരിചയം ഉണ്ടാവും. നമ്മൾ പരിചയമുള്ളവരുടെ വീട്ടിൽ ഇപ്പൊ ഇത് ദോഷമാണ്, അത് ദോഷമാണ്, അതിനിങ്ങനെ ചെയ്യണം. ഒരിക്കലും നമ്മൾ പഠിച്ച് ശരിക്കും മനസ്സിലാകാതെ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും നമ്മൾ ഉപദേശിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കിത് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് പ്രത്യേകിച്ച് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇപ്പോൾ കാരണം ഇതിനകത്ത് ചുറ്റളവൊക്കെ നോക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഈ ചുറ്റളവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു വീടിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അളന്നു നോക്കിയിട്ട് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ വീട്ടിലെ പെരിമീറ്റർ അളന്നു നോക്കിയിട്ട് അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് ഈ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് മതി. പഠിത്തം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊക്കെ അളന്നു നോക്കി അത് മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കി ആ ദോഷങ്ങൾ ആദ്യം നമ്മൾ സ്വയം നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾ പരിഹരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മറ്റു വീടുകൾ. കാരണം അങ്ങനെ പരിഹരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ വീടിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ, അതായത് ഗവേഷണം, ആ റിസർച്ച് മെന്റാലിറ്റി അവിടെയും വരണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം പരിഹരിക്കുമ്പോൾ എന്തൊക്കെ ഗുണമാണ് നമുക്ക് ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, അപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പൈസ നമുക്ക് മുടക്കേണ്ടി വരും. അതേസമയം വേറൊരാളുടെ വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ, പൈസ അങ്ങോട്ട് മുടക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആ ഒരു പൈസയിലുള്ള ഒരു ഇത് കാരണം, അല്ലെങ്കിൽ ആ ഒരു പൈസ ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു വ്യഗ്രത കാരണം ഒരിക്കലും അതല്ലാതെ എപ്പോഴും നമ്മൾ ആദ്യം നമ്മളുടെ വീട് വാസ്തുദോഷം ഉണ്ടോ എന്ന് നോക്കി, കാരണം ആ വാസ്തുദോഷം ഇല്ലാതാക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് കൂടുതൽ ഗുണമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ പരിശോധിച്ച് കറക്ഷനൊക്കെ വരുത്തിയിട്ട് വേണം മറ്റുള്ള വീടുകളിലേക്ക് നമ്മൾ നോക്കാനായിട്ട്. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു 100% സിൻസിയർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വീട്ടിൽ പോയി നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോയി അന്ന് പഠിച്ചുകൊണ്ട് വരിക. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. ആരും കാര്യങ്ങളൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. വളരെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും തന്നെ ചോദിക്കാം. അതിന് ക്ലാസ് എൻഡ് ചെയ്യുന്നത് വരെ പോലും ഇരിക്കണം. ആ ക്ലാസ്സിൽ എടുക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നിയാൽ മതി. ഉടനെ തന്നെ അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംശയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സംശയം ചോദിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാം. അല്ലാതെ ക്ലാസ് എൻഡിലേക്ക് നിൽക്കണമെന്നില്ല. ക്ലാസ് എൻഡിൽ ജനറലായിട്ട് നമ്മൾ അന്ന് പഠിച്ച കാര്യം തന്നെ വേണമെന്നില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ ക്ലാസ് എൻഡിൽ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ക്ലാസ്സിന്റെ അവസാനം വയ്ക്കും. അത് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ചോദിക്കാം.
വാസ്തു ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തുപരമായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളോ പഠിക്കാത്ത കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആ അവസാനത്തെ 10 മിനിറ്റ് ചോദിക്കാം. പിന്നീടുള്ളത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെന്നല്ല, ഏത് ജ്യോതിഷമായാലും അതുപോലെ ഈ പൂർവ്വശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ പലരും ഇതൊക്കെ പഠിക്കുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞ് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കുറെ പണം, കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. ഇത് നോക്കണം ആഗ്രഹമുള്ള കൂടുതൽ ആൾക്കാർ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇത് മുതലെടുത്തിട്ട് കുറെ പണം ഉണ്ടാക്കുക എന്നുള്ള, നമ്മൾ ശരിക്കും വേണ്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും എന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് എന്ത് ഗുണം ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ഒരു വിദ്യ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, അല്ലെ ഈ ഒരു അമൂല്യമായ ഈ ഒരു നോളജ്, ഈ ഒരു വിദ്യ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ വിദ്യ കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് വേണം നമ്മളെപ്പോഴും ആലോചിക്കാൻ. അതായത് നമ്മളെപ്പോഴും ഭിക്ഷക്കാരനാവാൻ നോക്കരുത്. ഭിക്ഷക്കാരെന്ത് ചെയ്യും? കൈ ഇങ്ങനെ വല്ലവും തരണേ സാറേ, വല്ലവും തരണേ അമ്മയെ, വല്ലവും തരണേ ഭിക്ഷ ചോദിക്കും. അപ്പൊ നമ്മൾ അതുപോലെ എന്ത് കിട്ടും എന്നല്ല നോക്കേണ്ട, കൈ മലർത്തിയല്ല നോക്കേണ്ടത്, കൈ കമഴ്ത്തി വേണം പിടിക്കാൻ. അത് എന്ത് കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക്, ഇത് മനസ്സിലാക്കിയിട്ട്, ഈ വിദ്യ നമ്മൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണം ചെയ്യാൻ സാധിക്കും, അത് വേണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കാൻ. അപ്പൊ കൈ മലർത്തി ഭിക്ഷയായിക്കല്ല വേണ്ടേ, കൈ കമഴ്ത്തി കൊടുക്കുന്ന ആളായി മാറുക. അപ്പൊ അത് നമ്മൾ ഇതിലൊരു വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, രാവിലെ സാറേ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ 9:30 കഴിയും തീരാനായിട്ട്. ശരി, ഒരു ഓൺലൈൻ ക്ലാസ്. ഓക്കെ. അപ്പൊ നമ്മളെ എന്ത് കിട്ടും എന്നല്ല, എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ വേണം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ക്ലാസ് പഠിക്കാനും എല്ലാം. അതായത് പരീക്ഷ പാസ്സാകുക എന്ന് മാത്രമായിരിക്കില്ല ഇതിന്റെ ലക്ഷ്യം. പരീക്ഷ ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചെന്തെങ്കിലും പഠിച്ച് കുറെ പാഠങ്ങളൊക്കെ പഠിച്ച് ഇപ്പം പിന്നെ ചോയ്സ് ഒക്കെ കാണും, പരീക്ഷയ്ക്ക് ചോയ്സ് ഒക്കെ നോക്കി കുറെ. പക്ഷെ അതല്ല, പരീക്ഷ പാസ്സാകേണ്ടത് ഞാൻ പറഞ്ഞില്ല, പരീക്ഷ പാസ്സാകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലും ഈ സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കുക. സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഈ സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഗുണം മറ്റുള്ളവർക്ക് വേണ്ടി ഈ വാസ്തു കൈകാര്യം ചെയ്യുന്നതിൽ കൂടി നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ഗുണം ഉണ്ടാക്കാം, അതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വേറെ 1-2 കാര്യങ്ങളോട് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പൊ നമുക്ക് പല വാസ്തുപരമായ ചടങ്ങുകളിലും നിങ്ങളൊക്കെ പങ്കെടുത്തു കാണും. നമ്മളിപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുന്നു. ഈ പുതിയ വീട് വയ്ക്കുമ്പോൾ അതിന്റെ ഡിസൈനും അതിന്റെ വീടിന്റെ ഡിസൈനും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വർക്ക് സ്പോട്ടിൽ അല്ലെങ്കിൽ ആ സൈറ്റിൽ, ആ വീട് വയ്ക്കുന്ന സൈറ്റിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് കുറ്റിയടി എന്നുള്ള ഒരു ഇതാണ്. കുറ്റിയടിക്കുക, നമ്മൾ ആദ്യം കുറ്റിയടിക്കും. അപ്പൊ ഈ കുറ്റിയടിക്കുന്നത് തന്നെ ഇന്നിപ്പോ ചെയ്യുന്നത് മിക്കവാറും മോർ ദാൻ 90%, എനിക്ക് തോന്നുന്ന 99%ഉം ശരിക്കും വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിലല്ല ഈ കുറ്റിയടി നടക്കുന്നത്. കുറ്റിയടിച്ച് നമ്മളെ പല വീടുകളിൽ ചെയ്യുന്ന പുതിയതായിട്ട് ചെയ്യുന്ന വീടുകളിൽ, പുതിയതായിട്ട് വയ്ക്കുന്ന വീടുകളിൽ ആ വീടിന്റെ കന്നിമൂലയുടെ ഭാഗത്ത് ഒരു കുറ്റിയടിക്കും. കന്നിമൂലയുടെ ഭാഗത്ത് കുറ്റിയടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടി, അത് ചിലപ്പം പൈൽ ഫൗണ്ടേഷൻ ആകാം, അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ ആകാം, അല്ലെങ്കിൽ സാധാരണ കോൺക്രീറ്റ് കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ ഉള്ള ഫൗണ്ടേഷൻ ആകാം. അപ്പൊ ആ ഫൗണ്ടേഷന് വേണ്ടി കുഴി എടുത്ത് വരുമ്പോൾ കന്നിമൂലയിലും ആ കുഴി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കന്നിമൂലയിൽ അടിച്ച കുറ്റി നമുക്ക് അവിടുന്ന് മാറ്റേണ്ടി വരും. സാധാരണ 3 കുത്തി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കുറ്റി അടിക്കുന്നതും. അതായത് നമ്മള് പിന്നെ ഈ കുഴി എടുക്കുമ്പോൾ, അതായത് ഇതിന്റെ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ കുഴി എടുക്കുമ്പോൾ ആ കുഴി താഴുന്ന അനുസരിച്ച് ഈ കുറ്റിയും അടിച്ച് താഴ്ത്തി കൊണ്ടുപോകും. അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്. വേറെ ചിലര് ഒരു പ്രാധാന്യം ഇല്ലാത്തതുപോലെ ഈ കുറ്റി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഫൗണ്ടേഷൻ കെട്ടാറുണ്ട്. ഇനി മറ്റു ചിലര് വളരെ ഭക്തിയോടുകൂടി ഈ കുറ്റി എടുത്ത് അവരുടെ വീട്ടിൽ പോയി പൂജാമുറിയോ അല്ല ഏതെങ്കിലും നല്ല സ്ഥലത്ത് എവിടെങ്കിലും എനർജിയുള്ള സ്ഥലത്ത് എവിടെങ്കിലും വെച്ച് കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് എടുത്തുകൊണ്ട് വന്ന് ആ കുഴിയിൽ അടിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും പാടില്ലെന്നാണ്. കാരണം വാസ്തുശാസ്ത്രം ഒരിക്കൽ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റി ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. അതിനകത്ത് അടിക്കാനോ അടിച്ച് താക്കാനോ എടുത്ത് കളയാനോ ഒന്നും പാടില്ല. സ്ഥാനം മാറ്റാനോ ഒന്നും പാടില്ല. ഒരിക്കൽ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ആ കുറ്റി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആ വീട്ടിലുള്ളവർക്കും വീട്ടിൽ താമസിക്കുന്നവർക്കും ഐശ്വര്യമാണെന്നാണ്.
അപ്പൊ അതുകൊണ്ട് ആ കുറ്റി എടുത്ത് കളയാനോ ഒന്നും മാറ്റാനോ പാടില്ല. കന്നിമൂലയല്ല കുറ്റി അടിക്കട്ടെ. ഇപ്പൊ എവിടെയാണ് കുറ്റി അടിക്കേണ്ട സ്ഥലം ഇതൊക്കെ ഈ കോഴ്സ് നമ്മൾ പഠിക്കും. ആ കുറ്റി അടിക്കേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. സാധാരണ കാണുന്ന ഒരു അതുപോലെ വേറെ ഇതുണ്ട്. ഇപ്പൊ ഏത് തടി കൊണ്ടാണ് ഈ കുറ്റി ഉണ്ടാക്കുന്നത്? തടി കഷ്ണമാണ്, തടി കൊണ്ടാണ് ഈ കുറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വാസ്തവത്തിൽ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് തടി ഇത് വേണമെന്നുള്ളത്. കാരണം സാധാരണ ഇപ്പോൾ ഒരു പലരും ചെയ്യുന്നത് ഒരു പ്ലാവിന്റെ ഒരു കമ്പ് വെട്ടിയെടുത്ത് അതൊന്ന് മൂർച്ചയൊക്കെ ആക്കി അതടിച്ച് കുറ്റി അടിക്കുക. അപ്പൊ അങ്ങനെ അത് മണ്ണിന്റെ അടിയിൽ ഈ കുറ്റി താന്നു കഴിഞ്ഞാൽ പരമാവധി ഒരു 10 വർഷം അങ്ങേയറ്റം, അതിൽ കൂടെ ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ ഒരു നല്ല മുറ്റിയ കമ്പല്ല, ഈ പ്ലാവിന്റെ മുറ്റിയ കമ്പ് അല്ല എന്നുണ്ടെങ്കിൽ അത് 10 വർഷം മുമ്പ് തന്നെ. നല്ല മുറ്റിയ കമ്പാണെങ്കിൽ ഒരു 10 വർഷം വരെ അത് മണ്ണിന്റെ അടിയിൽ കിടക്കും. അത് കഴിഞ്ഞാൽ അതങ്ങ് ദ്രവിച്ചു പോകും. നമ്മളൊരു വീട് വെക്കുന്ന 10 വർഷത്തേക്കല്ല, അതിൽ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാവിന്റെ കമ്പ്, ചിലര് പുന്നയുടെ കമ്പ് കൊണ്ട് അടിക്കും. പുന്ന കുറച്ചുകൂടെ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. മണ്ണിന്റെ അടിയിൽ കുറെ കൂടെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മരമാണ് പുന്ന. അത് പ്ലാവ് 10 വർഷമാണെങ്കിൽ പുന്ന ഒരു 15 വർഷം വരെയൊക്കെ പുന്നയുടെ കമ്പ് അതിനടിയിൽ കിടക്കും. പക്ഷെ 15 വർഷമല്ല നമ്മൾ വീട് വെക്കുന്നത്. അപ്പൊ പാശ്ചാത്യം പ്രത്യേകം പറയുന്നു 3 മരങ്ങളാണ് അതിനുവേണ്ടി പാശ്ചാത്യം പറയുന്നത്. അതായത് ചന്ദനം, ദേവദാരു, കരിങ്ങാലി. ചന്ദനം, ദേവദാരു, കരിങ്ങാലി ഈ 3 മരങ്ങൾ കൊണ്ട് തന്നെ വേണം. അത് നമ്മൾ പഠിക്കും ഈ കാര്യങ്ങൾ. ഞാനിപ്പം സബ്ജക്റ്റിലേക്കോ സിലബസിലോട്ടോ വന്നിട്ടില്ല. അത് സിലബസിൽ ഇതെല്ലാം വരും. അതൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ കുറ്റി അടിക്കുന്ന കുറ്റി എന്ന് പറയുന്നത് ചന്ദനം, കരിങ്ങാലി, ദേവദാരു ഈ 3 മരങ്ങൾ ഏതെങ്കിലും ഒരു മരം കൊണ്ടായിരിക്കണം ഈ കുറ്റി ഉണ്ടാക്കണം. അതിന് ഷേപ്പുണ്ട്, ഇന്ന ഷേപ്പിൽ വേണം ഉണ്ടാക്കേണ്ടത്. കരിങ്ങാലി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ പിന്നെ ഈ കടകളിലും മരുന്ന് കടകളും ആയുർവേദ മരുന്ന് കടകളിലൊക്കെ ചെന്നാൽ കരിങ്ങാലി അവിടെ കിട്ടും. അത് പക്ഷെ ചെറുതായിരിക്കും. ഇത് കമ്പായിട്ട് വേണം. കരിങ്ങാലി മരത്തിന്റെ കമ്പ് വേണം. കമ്പിലിട്ട ഈ ഷേപ്പിലാണ് കരിങ്ങാലി ഒരു മരമാണ്. അത് നമ്മുടെ നാട്ടിലുണ്ടോ? അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമ്മുടെ ഈ പിന്നെ ഇത് ഈ കടയിൽ പോയി ആയുർവേദ ഇതൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, അങ്ങനെയുള്ള കടയിൽ പോയാൽ അവിടെ കരിങ്ങാലി കിട്ടും. പക്ഷെ ആ കരിങ്ങാലി നമുക്ക് ഈ അടിച്ച് കുറ്റി ഉണ്ടാക്കാൻ ഒക്കില്ല. അത് തടിയായിട്ടുള്ള കഷ്ണമാണ്. ഇത് അതിന്റെ കരിങ്ങാലിയുടെ ഇത് വെള്ളം തിളപ്പിക്കാനും അത് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി കരിങ്ങാലി വെള്ളം തിളപ്പിക്കുന്ന മരമാണോ ഉദ്ദേശിക്കുന്നത് സാറ്? അത് തന്നെ മരമായിട്ട് വേണം. അത് മരമായിട്ട് തന്നെ. അത് കാട്ടിൽ നിന്നൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പരിചയമുള്ള കാർപ്പന്റേഴ്സ് അവർ പിന്നെ ലേലം വിളിക്കുമ്പോൾ പോയി ലേലത്തിൽ പങ്കെടുത്ത് ഈ ഫോറസ്റ്റിൽ നിന്നൊക്കെ ലേലം വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് കരിങ്ങാലിയൊക്കെ ലേലം വിളിക്കുമ്പോൾ അവിടുന്ന് ലേലം കൊണ്ട് അല്ലെങ്കിൽ കരിങ്ങാലി ആ സൈസ് കിട്ടില്ല. അങ്ങാടിക്കടയിൽ പോയാൽ ആ സൈസിലുള്ളത് കിട്ടില്ല. അപ്പൊ സൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോറസ്റ്റിലൊക്കെ ലേലം വിളിക്കുമ്പോൾ ലേലത്തിൽ പങ്കെടുത്തപ്പോൾ ആ കരിങ്ങാലിയുടെ ഈ ഷേപ്പില് അതിന് പ്രത്യേക ഷേപ്പൊക്കെ അത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ഏത് ഷേപ്പിൽ വേണം ഇതെല്ലാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അത് അങ്ങനെ വേണം ഇത് കുറ്റിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ കുറ്റി ഉണ്ടാക്കുന്നതും കുറ്റിയടിക്കുന്ന സ്ഥാനവും ഒക്കെ വാസ്തുശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ചിലപ്പം ചില ആരെയും കുറ്റം പറയുകയല്ല, ചില ആശാരിമാരും മുത്താശാരിമാരും അല്ലെങ്കിൽ പലയിടത്തും കുറ്റിയടിച്ച് പരിചയമുള്ള പലരും വന്ന് നേരെ നോക്കി ചെറിയ അളവൊക്കെ നോക്കിയിട്ട് ഇവിടെ കുറ്റിയടിക്കാം എന്ന് പറയാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. കുറ്റിയടിക്കണമെങ്കിൽ അതിന് വലിയൊരു കാൽക്കുലേഷൻ, നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ വരുമ്പോൾ അറിയാം. കുറ്റിയടിക്കുന്ന സ്ഥാനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വീടിന്റെ കന്നിമൂലയുടെ സ്ഥാനവും ആ വീടിന്റെ സ്ഥാനം കുറ്റിയടിക്കേണ്ട സ്ഥാനമൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ കോഴ്സിൽ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു താല്പര്യത്തോടെ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിൻസിയറായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും നിങ്ങളിൽ കൂടി മറ്റു പലർക്കും ഇത് ഉപകാരപ്രദമായിട്ട് വരും. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊന്നുള്ളത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ദിശാദോഷമൊക്കെ പറഞ്ഞു. ദിശാദോഷത്തിന് ഇപ്പം നമ്മൾ കുറ്റിയടിക്കുന്ന സാധാരണ ദിശാദോഷമുള്ള വീടുകൾക്ക്, അതായത് കറക്റ്റ് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോട്ടൊക്കെ ദർശനമുള്ള വീടുകളുണ്ട്. ചിലപ്പോൾ അങ്ങനെ വെക്കേണ്ടി വരും. ചിലപ്പോൾ നല്ലതല്ല, അങ്ങനെ വെക്കുന്ന നല്ലതല്ല. കറക്റ്റ് ദിശയിലേക്ക് വീട് വെക്കണം. പക്ഷെ ചില പുരയിടങ്ങളുടെ കിടപ്പും റോഡിന്റെ കിടപ്പും ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ പ്ലോട്ടിന്റെ സൈസ് അപ്പൊ 5 സെന്റ് 10 സെന്റ് അകത്തുള്ള ചെറിയ പ്ലോട്ടിലൊക്കെ വീട് വെക്കുമ്പോൾ കറക്റ്റ് ദിശയിൽ വീട് വെക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വീട് ചരിച്ച് ദിശാദോഷമുള്ള വീടായിട്ട് വെക്കേണ്ടി വരും. അപ്പൊ അതിന് പിന്നെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ദിശാദോഷമൊക്കെ ഉള്ള ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കുറ്റി അടിക്കുന്നത് അല്ലെങ്കിൽ കല്ലിടുന്നപ്പോഴും കന്നിമൂല കല്ലിടുക എന്ന് പറയാം. കന്നിമൂല കല്ലിടുകയാണെങ്കിൽ ഈ കന്നിമൂല എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാതെ ഒക്കില്ല.
കാരണം ആ വീടിന്റെ വെറുതെ ചരിവുള്ള വീടാണെങ്കിൽ അതിന്റെ കന്നിമൂല സാധാരണ ഒരു ചരിവില്ലാത്ത വീടിന്റെ കന്നിമൂല കണ്ടുപിടിക്കുന്നത് പോലെ അല്ല ചരിവുള്ള വീടിന്റെ കന്നിമൂല കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് ഈ കോഴ്സിൽ 100% ആത്മാർത്ഥയോട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഇത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത് പിന്നെ ഇതിന് ഈ വാസ്തുശാസ്ത്രത്തെ പറ്റി ഒരു നല്ല അവഗാധമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ ഈ കോഴ്സ് പ്രൊവൈഡഡ്. കാരണം ഇത് പഠിപ്പിക്കുന്ന ആൾ മാത്രം വിചാരിച്ചാൽ വാസ്തുശാസ്ത്രം നിങ്ങളിലേക്ക് പഠിക്കാൻ ഒക്കില്ല. നിങ്ങളും കൂടി വിചാരിച്ചാൽ, നിങ്ങളും കൂടി അതിനകത്ത് ആത്മാർത്ഥമായി ഉള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാസ്ത്രം അത് ഏതായാലും ഏത് വിഷയമായാലും അങ്ങനെയുള്ളൂ. പഠിപ്പിക്കുന്ന ആൾ മാത്രം വിചാരിച്ചാൽ ആരെയും പഠിപ്പിക്കാൻ ഒക്കില്ല. പഠിക്കുന്ന ആൾ കൂടി പഠിക്കാൻ താല്പര്യവും ആ പഠിക്കാനുള്ള ആ ഒരു സിൻസിയറിറ്റി എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഇത് മനസ്സിലാക്കാനൊക്കെയുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു അവസാനം പറയാനുള്ളത്, ഇതിനകത്തൊരു 3 പുസ്തകങ്ങളുണ്ട്. ഈ സിലബസ്, അതായത് ഇപ്പൊ നമ്മുടെ വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സാണ്. ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന 3 പുസ്തകങ്ങളുണ്ട്. ഈ 3 പുസ്തകങ്ങളും നിങ്ങൾക്ക് തരും. അതിന് പ്രത്യേകം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള നേരത്തെ സംസാരിച്ച TP ലാൽ, അദ്ദേഹമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ അത് ഗ്രൂപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്താൽ ഈ പുസ്തകങ്ങൾ അതൊക്കെ ഈ ഫീസൊക്കെ അടച്ച് നിങ്ങൾ ഇതിന്റെ സ്റ്റുഡൻസ് ആയി കഴിഞ്ഞതിന് ശേഷം, ഈ കോഴ്സിലെ സ്റ്റുഡൻസ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ അയച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഫീസോ പൈസയൊന്നുമില്ല. അത് ഈ കോഴ്സിന്റെ ഒരു ഭാഗമാണ് ഈ 3 പുസ്തകങ്ങൾ. അപ്പൊ അത് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇപ്പൊ തന്നെ ഏതാണ്ട് 1 മണിക്കൂറാവും, 9:30 ആവുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, കാരണം ഇന്ന് നമ്മളൊരു സിലബസ് അടുത്ത ദിവസം നിങ്ങൾക്ക് സിലബസ് തന്ന് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ആദ്യം സിലബസ് വരും. ആ സിലബസ് അനുസരിച്ച് അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ കോഴ്സുമായിട്ടോ അല്ലെങ്കിൽ വാസ്തു ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഈ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ഫീസിന്റെ കാര്യമോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീ ലാലായിരിക്കും, അവിടെ ഡയറക്ടറാണൊക്കെ ഡീൽ ചെയ്യുന്നത്. പഠിപ്പിക്കുന്ന കാര്യവും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോഴേ നമുക്കിപ്പോ ഇപ്പൊ സാറ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുറ്റിയടിക്കണം. ഈ കുറ്റിയടിക്കേണ്ട ഒരു ദിവസങ്ങള് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഈ കോഴ്സ് നമ്മൾ പഠിക്കണം. ഏതിന്റെ ദിവസങ്ങൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നല്ലതായിരിക്കും കുറ്റിയടിക്കുക, അത് നമ്മൾ ഈ കോഴ്സിനകത്ത് വരുന്നുണ്ടോ? പറയാം. അത് ശരിക്ക് ഈ സമയം, അത് മുഹൂർത്തം, കുറ്റിയടിക്കുന്ന മുഹൂർത്തം ആഴ്ചയിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ നല്ലതാണ്, ഏതൊക്കെ വാരങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല, ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് വാസ്തുവിൽ വരുന്നതല്ല. അത് ശരിക്കും വരുന്നത് ജ്യോതിഷത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മുഹൂർത്തം കുറിക്കുന്ന സമയത്ത്, ഇപ്പൊ കല്ലിടാനുള്ള സമയം, കുറ്റിയടിക്കാനുള്ള സമയം, നിങ്ങൾക്ക് ജ്യോതിഷം അറിയാമെങ്കിൽ അത് മതി. ജ്യോതിഷം അറിയാവുന്നവർക്ക്, ജ്യോതിഷം പഠിച്ചിട്ടുള്ള ജ്യോതിഷം അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് ആ ജ്യോതിഷം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഹൂർത്തം കണ്ടുപിടിക്കാം. പക്ഷെ ജ്യോതിഷം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ജ്യോതിഷം അറിയാവുന്ന ഒരാളെ കൊണ്ട് നമ്മളുടെ ഗ്രഹനിലയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അത് മുഹൂർത്തം കുറിച്ച് വായിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരിക്കലും ഈ ക്ലാസ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിന്റെ സബ്ജക്റ്റാണ്, ജ്യോതിഷമാണ്. അപ്പൊ അത് ജ്യോതിഷം പഠിച്ചിട്ടുള്ള, ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് ജ്യോതിഷം അറിയണം, അല്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് അവരുടെ കൺസൾട്ടേഷൻ നടത്തി അവർ ആ സമയം കുറിച്ച് തരും. ആ സമയം അനുസരിച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും അല്ലേ? അത് പഠിക്കുകയെങ്കിൽ ജ്യോതിഷം പഠിക്കണം. അത് ജ്യോതിഷത്തിലുള്ളതാണ്, വാസ്തുവിലുള്ളതല്ല. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും വാസ്തുവിലെ ഒരു ഭാഗമല്ല ഈ മുഹൂർത്തം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിന്റെ ഭാഗം. അത് ഒരേ ഒരു മുഹൂർത്തം മാത്രം. അതായത് വാസ്തു മുഹൂർത്തം എന്നൊരു മുഹൂർത്തമുണ്ട്. അത് നമ്മുടെ ഇതിൽ വരുന്നതാണ്, അതായത് വാസ്തുവിൽ വരുന്നതാണ്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ഈ വാസ്തു മുഹൂർത്തം എങ്ങനെ നോക്കാം, കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. അത് കാരണം അത് വാസ്തുവിൽ വരുന്നതാണ് വാസ്തു മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സിലബസിനകത്ത് ഉൾക്കൊണ്ടിട്ടില്ല. ഈ ഒരു സമയം കുറിച്ച് കൊടുക്കുന്ന ഒരു വരുന്നില്ല, അത് ജ്യോതിഷത്തിലേ വരുന്നു. അത് ജ്യോതിഷം പഠിച്ചവർ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ ആരെങ്കിലും ജ്യോതിഷം അറിയാവുന്നവരെ കൊണ്ട് ജ്യോതിഷ പണ്ഡിതന്മാരെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സമയം കുറിക്കാവൂ. ഒരു കാര്യം കൂടെ സാറേ, നമ്മൾ ഈ കുറ്റിയടിക്കുന്ന സമയത്തിനുള്ള പൂജാ കാര്യങ്ങൾ, അത് ഏതിലുള്ള മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? അതെല്ലാം ക്ലാസ്സിൽ അത് നമ്മള് പിന്നെ ഇതിപ്പം ഡിപ്ലോമ കോഴ്സാണ്. ഈ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹയർ കോഴ്സ് ഉണ്ട്.
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. അതില് ഈ നമ്മളെ കുറ്റിയടിക്കുന്നത്, കല്ലിടുന്നത്, കട്ടള വയ്ക്കുന്നത്, പാല് കാച്ചില് ഒക്കെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ പാല് കാച്ചുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകണം, അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതുമെല്ലാം അത് പറയേണ്ട ധ്യാനങ്ങള്, അതുപോലെ തന്നെ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഈ പിന്നെ ഇതിനകത്ത് ഈ വാസ്തുവിൽ തന്നെ നമ്മളെ പിന്നെ ഈ ഭാരതീയ വാസ്തുശാസ്ത്രം കൂടാതെ ചൈനീസ് ഫെങ്ഷുയി നമുക്ക് കേട്ട് കാണും, ചൈനീസ് ഫെങ്ഷുയി കേട്ട് കാണും. അതുപോലെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ഇതുണ്ട്, ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. അതും നമ്മളിവിടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് കാരണം ഈ ഫെങ്ഷുയിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഇപ്പൊ ഒരു വീടിന്റെ ചുറ്റളവിന് എന്തെങ്കിലും ദോഷമുണ്ട്, ആ ചുറ്റളവ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ പഠിക്കും. എങ്ങനെയാണ് ചുറ്റളവിന് ദോഷമുണ്ടെങ്കിൽ വായം, വ്യയം, യോനി, അതുപോലെ മരണച്ചുറ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മരണച്ചുറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് കണ്ടുപിടിച്ചാൽ അതെങ്ങനെ അതിനെ പരിഹരിക്കാം, ആ ദോഷങ്ങളെ, അതുകൊണ്ടുള്ള ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. ഇതൊക്കെ പഠിച്ചതിന് നമ്മളെ സംശയം ചോദിച്ചെന്തായിരുന്നു, ഈ നമ്മുടെ ഇതിനുള്ള മന്ത്രങ്ങള്, അതായത് കുറ്റിയടിക്കുന്ന സമയത്തുള്ള ചില പിന്നെ ഈ ഉദാഹരണത്തിന് രത്നസ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് അത് അഡ്വാൻസ് കോഴ്സിലേ ഉള്ളൂ. ഈ ബേസിക് ഈ ഡിപ്ലോമ കോഴ്സിലില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സില് രത്നസ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. രത്നസ്ഥാപനം ചില പ്രത്യേക ചില രത്നങ്ങൾ ചില സ്ഥലത്ത് ചില മന്ത്രജപത്തോടു കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ മന്ത്രങ്ങളൊക്കെ പ്രത്യേക ഒരു മന്ത്ര ക്ലാസ് വെച്ചിട്ട് ആ മന്ത്ര ക്ലാസ് ഈ മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കും. അത് പക്ഷേ ഈ ആദ്യത്തെ കോഴ്സില്ല. ആദ്യത്തെ കോഴ്സ് നമ്മൾ തിയറി കംപ്ലീറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഡിപ്ലോമ കോഴ്സിൽ അത് തിയറി ഓറിയന്റഡ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് വാസ്തുശാസ്ത്രത്തിന്റെ തിയറിയാണ് അവിടെ കൂടുതൽ പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കലായിട്ട് വളരെ കുറച്ചേ വരുന്നുള്ളൂ. പ്രാക്ടിക്കൽ കൂടുതലും നിങ്ങൾക്ക് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കൺസൾട്ടേഷൻ ഏത് രീതിയിലുള്ള എങ്ങനത്തെ വീടിനായാലും അതിന്റെ കൺസൾട്ടേഷൻ നമുക്ക് പോകാൻ സാധിക്കും. ആ വിധത്തിലാണ് നമ്മൾ ഈ ക്ലാസിന്റെ സിലബസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. മറ്റൊന്നൊരു സംശയം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ചെയ്തൊന്നുമില്ല ഇവിടെ ഡിപ്ലോമ കോഴ്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ രണ്ടാമത് തുടങ്ങും, അത് രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ആ കോഴ്സ് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അല്ലെങ്കിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിനെ പറ്റി അങ്ങനെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഫീസിന്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ TP ലാൽ എന്ന് പറഞ്ഞ ഇതിന്റെ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. ഓക്കെ സാർ, ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും സംശയം ആളുകളുണ്ടെങ്കിൽ ചോദിക്കുക. സാർ, ഈ ബുക്കിന് പുറമെ ഇതിന്റെ വടക്ക് നോക്കി യന്ത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അതും അഡ്വാൻസ് കോഴ്സിൽ ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ് കോഴ്സിലുള്ളവർക്ക് വടക്ക്, അതായത് കോമ്പസ് റെക്ടാങ്കുലർ കോമ്പസ്. അതായത് സാധാരണ ഈ വൃത്താകൃതിയിലുള്ള കോമ്പസ് ആണ് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. പക്ഷെ ആ വൃത്താകൃതിയിലുള്ള കോമ്പസ് കൊണ്ട് നമുക്ക് വീടിന്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടാൻ പ്രയാസമാണ്. അതിന് റെക്ടാങ്കുലർ കോമ്പസ് ഉണ്ട്. ആ റെക്ടാങ്കുലർ കോമ്പസ് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിനുള്ളവർക്ക് അത് കൊടുക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം, അതൊക്കെ പിന്നീട് പറയാം. ഓക്കെ സാർ. മറ്റെന്തെങ്കിലും ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിലബസ് തരും. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സിലബസ് ഒന്നും എടുക്കുന്നില്ല, സിലബസ് തന്നിട്ടുമില്ല. അടുത്ത ക്ലാസ്സിൽ ആദ്യം ഞാൻ സിലബസ് ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് തരും. എന്നിട്ട് ആ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സും നമ്മൾ തുടങ്ങും അടുത്ത വ്യാഴാഴ്ച. വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് നിർത്താൻ പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ് നമ്മളിപ്പോ അടുത്ത ക്ലാസ്സിന് അടുത്ത വ്യാഴാഴ്ചയാണ്. അടുത്ത വ്യാഴാഴ്ച 25-ാം തീയതി 8 മണിക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ സാധാരണ സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കാണ്. ഇന്നിപ്പോ നമ്മളൊരു മുഹൂർത്തം നോക്കിയാണ് 8:30ക്ക് തുടങ്ങിയത്. നമ്മുടെ ക്ലാസിന്റെ സമയം നോർമലായിട്ട് വരുന്നത് 8 മണിക്കാണ്. 8 തൊട്ട് 9:45 വരെയാണ് ക്ലാസിന്റെ സമയം. മിക്കവാറും എല്ലാ വ്യാഴാഴ്ചകളിലും ആയിരിക്കും ക്ലാസ് വരുന്നത്. മാസത്തില് 4 ക്ലാസ്സാണ് നമുക്കുള്ളത്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിൻ നമ്പറിൽ വിളിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയാ.
സാറേ ഈ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്താൽ ഇതിന്റെ നോട്ട്സ് പിന്നെ ഗ്രൂപ്പിൽ ഇടുവോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും? രണ്ട് കാര്യമുണ്ട്. നോട്ട്സ് ഈ പുസ്തകത്തിലെ കംപ്ലീറ്റ്, ഈ പുസ്തകത്തിൽ അത് കംപ്ലീറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നോട്ട് ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രത്യേകം പറയാതെ നമുക്ക് ക്ലാസ് വെച്ച് തന്നെ നമുക്ക് എഴുതിയെടുക്കാം. അത് ഇവിടെ ബോർഡിൽ കാണിക്കും, അത് നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ സർ. നോട്ട്സ് നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് ഒരു ബുക്കുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ആ ബുക്ക് കംപ്ലീറ്റ്, ആ 3 പുസ്തകം ഉണ്ട്. ആ 3 പുസ്തകത്തിൽ നമ്മുടെ കംപ്ലീറ്റ് ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് കവർ ചെയ്യും. ലാൽ സാറിന്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ പറയാൻ പറ്റുമോ? അതോ ഞാൻ എഴുതിക്കോളൂ. 9400 365 249. സാറേ ഇതിന്റെ എക്സാം എങ്ങനെയാണ് സാറേ ഇതിന്റെ? പറയാം. എക്സാം നമ്മളെ ഈ കോഴ്സിന്റെ അവസാനം നമ്മളൊരു എക്സാം ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ സ്ഥാപനത്തിന് നാക്ടിന്റെ അഫിലിയേഷൻ ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് നാക്ടിന്റെ പ്രത്യേക അവരാണ് എക്സാം ഒക്കെ നടത്തുന്നത്. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ്, ഓൺലൈനായിട്ട് തന്നെയാണ് എക്സാം ഒക്കെ നടത്തുന്നത്. പിന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനം തന്നെയാണ്. പിന്നെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എംബസി അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കിപ്പോ അത് കേരളത്തിന് വെളിയിലോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ അറ്റസ്റ്റേഷനോട് കൂടി 120ഓളം രാജ്യങ്ങളിലെ അറ്റസ്റ്റേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്. അതിനെല്ലാം ഫീസ് കൊടുക്കണം. ഇത് ഇന്ത്യൻ അറ്റസ്റ്റേഷന് വേണ്ടിയുള്ളതിന് നമ്മൾ ഈ ഫീസ് ഇതിനകത്ത് അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫീസ് വാങ്ങുന്നത്. കോഴ്സിന്റെ അവസാനമാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. അതിനായിട്ട് കുറച്ച് നിങ്ങളുടെ ID കാർഡിന്റെ കോപ്പി, ഫോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഫീസ് അടയ്ക്കുന്നതിനോടൊപ്പം അതെല്ലാം അയച്ചു തരണം. അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാം. അടുത്ത ക്ലാസ് കൂടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഫീസ് അടയ്ക്കാവുന്നവർക്ക് അടയ്ക്കാം. അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് കമ്പൽസറി ആയിട്ട് ഫീസ് അടച്ചവർ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സിൽ ഉണ്ടാവും. ഇത് ഫീസ് അടയ്ക്കുന്ന എങ്ങനെ? ഗൂഗിൾ അത് നമ്മൾ അതിനൊരു അക്കൗണ്ട് നമ്പർ എല്ലാം അയച്ചു തരാം. അത് നിങ്ങളെ ഗ്രൂപ്പിൽ ഇടാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം അയച്ചു തരേണ്ട ഒരു നമ്പർ ഇടാം. ആ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ. ആദ്യം 6000 അല്ലേ സാർ ഫീസ് അടയ്ക്കേണ്ടത് ഫസ്റ്റ്? അതെ. സാറേ ഇത് എത്ര കോഴ്സുകളുണ്ട് സാറേ ഇത് മൊത്തത്തില്? ഇതിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നടത്തുന്ന 2 കോഴ്സുണ്ട്. ഇതിന്റെ PG കോഴ്സും അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഈ കറക്ഷൻ വർക്കുകളുടെ അതൊരു പ്രത്യേക കോഴ്സ് ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ PG കൂടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആ PG ക്ലാസ്സിൽ അത് പറഞ്ഞു തരും. അതിന്റെ എത്ര വർഷം ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിപ്പോ 8 മാസത്തെ കോഴ്സാണ്. PG ഇതത് 9 മാസത്തെ കോഴ്സാണ്. ഇനിയിപ്പോ നമുക്ക് PG കോഴ്സിലൊക്കെ അറ്റൻഡ് കയറാൻ പറ്റുമോ സാറേ? ഇല്ല, നിങ്ങൾ ഇതിപ്പോ എന്തായാലും ഇനിയിപ്പോ PG കോഴ്സ് ഇപ്പം നേരത്തെ പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയതാണ്. അതിനകത്തോട്ട് ഇനി കയറുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ഏകദേശം തീരാറാകുമ്പോഴത്തേക്ക് ഒരു PG ക്ലാസ് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലോട്ട് മാറാം. കാര്യം ഇത് ബേസിക് പഠിച്ചതിന് ശേഷം PGയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ബേസിക്കിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് ഈ PGക്കകത്ത് വരുന്നത്. അപ്പൊ നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കേട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും PG അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. PG കോഴ്സ് എത്ര വർഷം, എത്ര മാസമാണ്? അത് 9 മാസം 9-10 മാസം ഉണ്ടാവും അതിന്റെ കോഴ്സ്. നമ്മളിപ്പോ 8 മാസം എന്ന് പറയുന്നത് നോർമലി പറയുന്നതാണെങ്കിലും ചിലപ്പോൾ കോഴ്സ് തീരുമ്പോൾ 9 മാസമൊക്കെ കഴിയാം. മാസത്തിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. മൊത്തം 50 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സുകൾ മാറ്റി വെക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ക്ലാസിന്റെ ടൈം നീളാവുന്നുള്ള സാധ്യത. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഡ്മിൻ നമ്പറുകൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്പറുകൾ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാത്തിനും റിപ്ലൈ തരാം. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ക്ലാസ് ഓഫ് ചെയ്യാണ്.